കുട്ടികൾ വീടിൻ്റെ വിളക്കാണ്. ഇവിടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പറ്റം ആൾക്കാർ കുട്ടികളെ അവയവങ്ങൾക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടത്തുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ശൃംഖല തന്നെ ഇപ്പോൾ എല്ലായിടത്തും വിലസുകയാണ്. എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നവർ വിരളവും. ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കഥയിലെ നായകൻ. കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഘം ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി എന്നറിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിയെ അന്വേഷിച്ച് കൊടും വനത്തിലേക്ക് എത്തിയതാണ് ഇയാൾ. അതിന് ഇദ്ദേഹത്തിനൊരു കാരണവുമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകളെയാണ് കാണാതായത്. കുറച്ച് ചെറുപ്പക്കാർ അവൾക്ക് മധുരമുട്ടായികൾ നിരന്തരം കൊടുക്കാറുണ്ടായിരുന്നു. അവർ പറയുന്നതെന്തും അനുസരിക്കുന്ന നിലയിലേക്ക് ആ മിഠായികൾ അവളെ മാറ്റിയെടുത്തു. നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. അവർ കൊടുത്തിരുന്ന മധുരമുട്ടായികൾ നിഗൂഢമായ മനസ്സിൻ്റെ താളബോധത്തെ തെറ്റിക്കുന്നതായിരുന്നു. സത്യവും മിഥ്യയും തിരിച്ചറിയാതെ ആ കുട്ടി അവരുടെ കൂടെ യാത്രയാവുകയാണ്. അടുത്തൊരു മലയും കൂടെ കയറി നിന്നെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്ന പൈസയും കിട്ടും, ഞങ്ങളുടെ പരിപാടിയും കഴിയും. അതുവരെ ക്ഷമിക്കേ. ഓക്കെ? നീ കൊച്ചിനെ പിടിച്ചോണ്ട് ഊരണം. പിന്നെ ഞാൻ അദ്ദേഹം തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയാൻ വരട്ടെ. എഴുന്നേക്കട, കൊച്ചന്തി. അയ്യോ, അവനെന്തി? അവനാ കൊച്ചിനെയും കൊണ്ട് പോയി. അയ്യോ, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, കാല് വേദനിക്കുന്നു. ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകാം മകളെ. മോൾ ആരെയും പേടിക്കണ്ട, അങ്കിൾ ഉണ്ടല്ലോ. മോൾ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കേ, ഒരു കുഴപ്പമില്ല. അങ്കിൾ നോക്കിക്കൊള്ളാം ആരെങ്കിലും വരുന്നുണ്ടോ. എങ്കിലും നമുക്ക് പെട്ടെന്ന് പോകാം. അവന്മാര് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ കാട് കടന്ന് പോകണം എന്ന് പറഞ്ഞ് പേടിക്കണ്ട. അങ്ങോട്ട് കയറ്. പതുക്കെ നടന്നാൽ മതി. മുള്ളൊക്കെ ഉള്ളതാണ്, സൂക്ഷിച്ച് നടന്നാൽ മതി. കാടിനുള്ളിൽ ശത്രുക്കളുടെ കഴുകൻ കണ്ണുകൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കടൽ തീരത്തെത്തിച്ച് അവിടെ നിന്നും കപ്പലിൽ കയറ്റി വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. കാട്ടിലൂടെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്.
ശത്രുക്കളെ കീഴടക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ വനം അതിവരുടേതാണ്. വിടടാ എന്നെ, വിടടാ. പോന്നു പിടിയിടാവേ. ശത്രുക്കളെ ഓരോന്നായി വീഴ്ത്താതെ ഈ വനത്തിൽ നിന്നും കുട്ടിയെ കൊണ്ടുപോകുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ഓരോരുത്തരെ കീഴടക്കുകയാണുണ്ടായത്. അപ്പോഴേക്കും കുട്ടിയെ കടൽ തീരത്തേക്കുള്ള ഭാഗത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി കപ്പൽ മാർഗം കുട്ടിയെ കടത്തുക, അതാണ് ഇവർക്ക് ചെയ്യാനുള്ളത്. ഇനി കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ ശത്രുക്കളെ പൂർണ്ണമായി പരാജയപ്പെടുത്തേണ്ടത് ആവശ്യകതയാണ്. കപ്പലിൽ നിന്നുള്ള ബോട്ട് കടൽ തീരത്തെത്തുന്നതും കാത്ത് കഴുകൻ കണ്ണുകൾ അവിടെ അപ്പോഴും നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും കുട്ടികൾ നഷ്ടപ്പെടാതിരിക്കുമ്പോഴുള്ള സന്തോഷവും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, വിളക്കുകളാണ്.